ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അഞ്ചല സഞ്ജു. അപ്പം ഇന്ന് നമുക്കൊരു നോമ്പ് വ്ളോഗ് തന്നെ ഉണ്ടോ. നമ്മൾ സിമ്പിളായിട്ടൊരു മുട്ടക്കറി, മറ്റേ പാലപ്പവും എന്തെങ്കിലുമൊക്കെ സ്നാക്സ് ഉണ്ടാക്കാനാണ് കരുതുന്നത് കേട്ടോ. അപ്പോൾ ടൈം ഇവിടെ ബാങ്ക് കൊടുത്തിട്ടുണ്ട്, അസറ ബാങ്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മൾ ഇന്നത്തെ ഐറ്റം ഉണ്ടാക്കാൻ പോവാം. അപ്പം നമ്മളിവിടെ മുട്ട ബോയിൽ ചെയ്യാൻ വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ വെജിറ്റബിൾസ് ഒക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അതിലേക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് മല്ലിച്ചപ്പ്, സവാള, ടൊമാറ്റോ, കാഷ്യൂ, ഓൾ സ്പൈസസ്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കേട്ടോ. അതിലേക്ക് വേണ്ട മെയിനായിട്ടുള്ളത്. പിന്നെ കുറച്ച് പൊടികളും കൂടി ആവശ്യമുണ്ട് കേട്ടോ. ഇതൊക്കെ നമ്മൾ വെജിറ്റബിൾസ് കൂടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഉള്ളി, തക്കാളി, പച്ചമുളക്, ഇപ്പോൾ പുതിന, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, കാഷ്യൂ, പിന്നെ കുറച്ച് സ്പൈസസ്. ആദ്യം നമുക്ക് ഈ തക്കാളിയും പച്ചമുളകും ഈ ഒരു കറിവേപ്പിലയും കൂടി മിക്സിയിൽ അടിച്ചെടുക്കണം. പിന്നെ ഒരു കാഷ്യൂ കൂടി ഇട്ടിട്ട് ഒന്നുകൂടിയും കുറച്ച് വെള്ളം ഒഴിച്ചങ്ങാണ്ട് ഒന്ന് അടിച്ചെടുക്കണം. പിന്നെ സവാള വാട്ടിങ്ങാണ്ട് അപ്പോൾ എണ്ണ ചൂടായി വരുമ്പോൾ നമ്മൾ കുറച്ച് ഇപ്പോൾ തേലയും പിന്നെ കുറച്ച് ജീരകം, ചെറിയ ജീരകവും മല്ലിൻ്റെ ഇതും കൂടി ഇട്ട് കൊടുക്കണം കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമ്മൾ സവാള ഇട്ടിട്ട് നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടി ഇടണം കേട്ടോ. ഉപ്പിട്ടൊക്കെ കേട്ടോ. അടുത്തതായിട്ട് ഇടാൻ പോണത് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, പിന്നെ മീറ്റ് മസാലയാണ്. നിങ്ങൾക്ക് മീറ്റ് മസാല വേണമെങ്കിൽ അതിൻ്റെ ഫ്ലേവർ ടേസ്റ്റ് ഉണ്ടാവും. പിന്നെ ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് ഇതിൻ്റെ പൊടി കൂടി ഇട്ട് കേട്ടോ. ഇതിൻ്റെ പച്ചമണം പോകുമ്പോൾ നമ്മൾ അളക്കണം. ഇതിന് ശേഷം നമ്മൾ അരച്ച് വെച്ചില്ല തക്കാളിയും പച്ചമുളകും പുതിനയും കൂടി അരച്ച ആ ഒരു മിക്സാണ് കേട്ടോ. ഇത് ഉപയോഗിക്കുക. എന്നിട്ടൊന്ന് ഫ്രൈ ഇടാതെ നടത്തി കൊടുക്കണം കേട്ടോ. കുറച്ച് തിക്കായിട്ട് എല്ലാം കിട്ടുക. തിക്കായിട്ട് വേണ്ടാന്നുള്ളത് കുറച്ച് വെള്ളം കൂടെ ഒഴിക്കാം കേട്ടോ. നമുക്ക് കുറച്ച് ലൂസായിട്ടാണ് വേണ്ടത്. അപ്പോൾ നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. നെക്സ്റ്റ് നമ്മൾ മുട്ട അതിൽ ഇട്ട് കൊടുക്കാൻ പോകണം. മുട്ട ഞാൻ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് വരഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വന്നിട്ടുണ്ടെങ്കിൽ വരയാം. മുട്ട തിളച്ച് ജസ്റ്റ് തിളച്ച് വരുമ്പോൾ നമുക്ക് മുട്ട ജസ്റ്റ് ഇങ്ങനെ വെച്ച് കൊടുക്കാം. നമുക്ക് നമ്മൾ കുറച്ച് മല്ലിച്ചപ്പ് ഉണ്ടായിരുന്നില്ല, ജസ്റ്റ് ഒന്ന് കറി ഇവിടെ
റെഡി ആയിട്ടുണ്ട് കേട്ടോ. ജസ്റ്റ് ഒന്ന് സെർവ് ചെയ്താൽ മതി. മുട്ടക്കറി റെഡി ആയിരിക്കും. നമ്മൾ അപ്പാണ് ചുടാൻ പോകുന്നത്. നമ്മൾ പാലപ്പാണ്. പാലപ്പം മുട്ടക്കറി. പാലപ്പം ചുടാൻ പോകുന്നുണ്ടോ. നല്ല പൊന്തി വന്നിട്ടുണ്ട്. അങ്ങനെ ആയും കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. നല്ല അടിപൊളിയായി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവിടെ റെഡി ആയിട്ട് നല്ല സോഫ്റ്റ് അപ്പം ഉണ്ടോ. പിന്നെ നമ്മൾ നോമ്പ് തുറക്കൽ സാധനങ്ങളൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പം റെഡി ആയിട്ടുണ്ട്. നമ്മൾ മുട്ടക്കറി, നമ്മുടെ ഇപ്പോൾ കിഴങ്ങ് ബജിയാണിട്ടത്. പിന്നെ നമ്മുടെ ഷമാമ ജ്യൂസ് റെഡി ആയിട്ടുണ്ട്. നമുക്ക് നോമ്പ് ഇറങ്ങാം കേട്ടോ.